ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ കാലിൽ പെർഫെക്റ്റ് ആയിട്ട് നെയിൽ പോളിഷ് ഇടുക എന്നുള്ള ഒരു വീഡിയോ ആണ്. ഇത് രണ്ട് കുട്ടികൾ നിരന്തരമായ അഭ്യർത്ഥനമാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ലാഗില്ലാതെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്റെ കാലിൽ ഓൾറെഡി ഒരു നെയിൽ പോളിഷ് കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ വൈപ്പ് ചെയ്തു. ഇത് നല്ലതായിട്ട് പോയിട്ടില്ല, അതൊരു റെഡ് കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ നെയിൽ പോളിഷ് റിമൂവർ വൈപ്സ് ഇട്ടിട്ടാണ് മായ്ക്കുന്നത്. അപ്പൊ നല്ലതായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല എന്റെ നെയിൽ പോളിഷ് റിമൂവർ വൈപ്സ് തീർന്നത് കൊണ്ട് എനിക്ക് നല്ലപോലെ ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് പോയി കാലൊന്ന് കഴുകിയിട്ട് വന്നു. എന്നിട്ട് നെയിൽസ് വെട്ടിക്കൊടുക്കുകയാണ്. ഞാൻ ഒരിക്കലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചല്ല. പിന്നെ എന്തുവാണ് ഞാൻ പറഞ്ഞല്ലോ, ഒരു നിത്യാന്നാണെന്ന് തോന്നുന്നു ആ കുട്ടി ഇങ്ങനെ എന്താ അപ്ലോഡ് ചെയ്യാത്ത, എന്നെ പറ്റിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്തായാലും അപ്ലോഡ് ചെയ്യാം. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ അല്ല, എങ്കിലും അപ്ലോഡ് ചെയ്തു. സോ ആദ്യം തന്നെ ഞാൻ നെയിൽസ് വെട്ടി. ഞാൻ എപ്പോഴും നെയിൽസ് ഭയങ്കരമായിട്ട് വളർത്തുന്ന ഒരാളല്ല. കാലിലെന്ന് വളർത്തുന്നതിന്റെ റീസൺ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഷൂസ് ആണ്. ഷൂസ് ആയപ്പം നമ്മൾ ഈ കാലിൽ നെയിൽസ് വളർത്തിയിട്ട് ഇടുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് കാല് വേദനിക്കും, ഭയങ്കര പെയിനാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ അതായത് ഒരു പറ്റ വെട്ടാതെ കുറച്ചുകൂടെ ഷോർട്ടാക്കിയാണ് നെയിൽസ് വെട്ടിക്കൊടുക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ബാക്കി എല്ലാ നെയിൽസും ഏകദേശം ഒരു മിനിമം അളവിലാണ് ഇരിക്കുന്നത്. തീരെ വെട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. തള്ളവിരൽ മാത്രം, ഈ ഒരു വിരൽ ഇപ്പൊ ഞാൻ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിരൽ മാത്രം ചെറുതായിട്ടൊന്ന് വെട്ടേണ്ടി വന്നു. അപ്പോൾ കുറച്ച് വെട്ടിയിട്ടുള്ളൂ. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാലിൽ എങ്ങനെയാണ് നെയിൽസ് ഷേപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കാലിലത് ഷേപ്പ് ചെയ്യാറില്ല. ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഒറ്റയ്ക്ക് കുനിഞ്ഞിരുന്ന് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ചെയ്യാറില്ല. രണ്ടാമത്തെ കാര്യം മടിയാണ് ഗൈസ്. അപ്പോൾ രണ്ടാമത്തത് ഞാൻ എപ്പോഴും ഈ ചെറുതാക്കി വെട്ടുന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഷേപ്പിന്റെ ആവശ്യമുണ്ടോ തോന്നിയിട്ടില്ല. അത് മാത്രം നമ്മൾ അത്യാവശ്യം നല്ല നീളം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഞാൻ ഭയങ്കര ചെറുതായിട്ട് വെട്ടുന്നതുകൊണ്ട് അങ്ങനെ ഷേപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ വന്നിട്ടില്ല. സോ അതാണ് മെയിൻ റീസൺ. അപ്പോൾ ഞാൻ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ നെയിൽ പോളിഷ് ആണ്. നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിൽ വാസ്ലിൻ ഉണ്ടെങ്കിൽ നമ്മൾ നെയിൽസിന്റെ ചുറ്റിന് നല്ലൊരു തിക്ക് ലെയർ അപ്ലൈ ചെയ്തിട്ട് നെയിൽ പോളിഷ് ഇട്ടാൽ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ പുറത്തോട്ടൊക്കെ പോയാൽ നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇപ്രാവശ്യം ഞാൻ എടുത്തില്ല, കാരണം എൻ്റെ കാലിലിടുന്ന നെയിൽ പോളിഷ് തീർന്നു പോയി. ഞാൻ പിന്നെ കാലിലിടുന്ന നമ്മുടെ വാസ്ലിൻ തീർന്നു പോയി. എൻ്റെ ലിപ്സിലിടുന്ന വാസ്ലിൻ മാത്രമേ ഉള്ളൂ. അത് ഞാൻ കാലിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് എടുക്കാത്തത്. അപ്പോൾ എൻ്റെ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ പൊതുവെ അല്ലാതെ ചെയ്യുന്നത്, നമ്മുടെ പെഡിക്യൂർ മാനിക്യൂർ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മുടെ നെയിൽ പോളിഷ് റിമൂവർ വൈപ്പ് എടുത്തിട്ട് ഞാൻ അതിലൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ നമ്മുടെ ബഡ്സോ അല്ലെങ്കിൽ ഈർക്കിലോ ഒക്കെ വെച്ചിങ്ങനെ കൂർപ്പിച്ച് നിർത്തിയിട്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഞാൻ സൈഡിൽ എവിടെയെങ്കിലും ലിങ്ക് ഒക്കെ കൊടുത്തേക്കാം. അങ്ങനെ ചെയ്യും, അപ്പോഴും ഈസി ആയിട്ട് പോന്നോളും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചു നേരം നമ്മൾ ഇത് നല്ല പോലെ അതായത് നെയിൽ പോളിഷ് ഫുള്ളായിട്ട് ഉണങ്ങാൻ വിട്ടിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കാല് നല്ലതായിട്ട് നനച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ചുരണ്ടി ഇളക്കുക. അപ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങ് പോരും. ഇല്ലെങ്കിൽ തണുത്ത വെള്ളമായാലും മതി, കുറച്ചധികം നേരം കാലിങ്ങനെ നനയ്ക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് ജസ്റ്റ് ചുരണ്ടി ഇളക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് പോവും. അപ്പൊ നിങ്ങൾക്ക് ഈ 3 ടിപ്പും യൂസ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ വാസ്ലിൻ ഇടുക, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ കാല് നനച്ചു കൊടുത്തിട്ട് ചുരണ്ടി ഇളക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ നെയിൽ പോളിഷ് റിമൂവറിൽ ഇതേപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുത്താലും മതി, പെട്ടെന്ന് അങ്ങ് പോന്നോളും. പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഞാൻ എപ്പോഴും എൻ്റെ കൈ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിറയ്ക്കുന്ന ഒരു കൈയാണ്, ഇങ്ങനെ ഭയങ്കര സ്റ്റേബിൾ അല്ല. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നത് എൻ്റെ കാലിങ്ങനെ നമ്മൾ തറയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കും. ഓരോ വിരൽ ഇങ്ങനെ നീക്കി വെച്ചിട്ട് കാലിങ്ങനെ അമർത്തിപ്പിടിക്കും. അപ്പത്തേനും അത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കും. കാലിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരും, അതായത് ഓരോ വിരലിന്റെ ഇടയിലും ഒരു ഗ്യാപ്പായിട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ അത് ഒട്ടി നിൽക്കത്തില്ല. ഇപ്പൊ ഞാൻ കണ്ടില്ലേ, ഞാൻ ഇങ്ങനെ നീക്കി വെച്ചിട്ട് കാലിങ്ങനെ തറയിലേക്ക് ഇങ്ങനെ പൊത്തിപ്പിടിക്കുന്ന കണ്ടില്ലേ, അതുപോലെ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യം ഇതേപോലെ എൻ്റെ വിരലുകൾ ഓരോ ഫിംഗേഴ്സിന്റെ ഇടയിലും ഇതേപോലെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴും ഇത് പരസ്പരം കൂട്ടിമുട്ടി നമ്മുടെ അപ്പുറത്തെ വിരലിലൊന്നും പോയി നെയിൽ പോളിഷ് ആവത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് മിക്കപ്പോഴും ചെയ്യാറ്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ കൈ ചില സമയത്ത് നമ്മൾ ഇങ്ങനെ ഒത്തിരി വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കൈ ഇങ്ങനെ വേദനിക്കും. അപ്പത്തേനും ഇതേപോലെ താഴെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി പിടിക്കുക. അതാണ് കുറച്ചുകൂടി ഈസി. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അതുപോലെ നമുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ.
അപ്പോൾ അങ്ങനെയാണ് ഞാൻ അമർത്തി പിടിച്ചിട്ടാണ് വെക്കാറ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തുവാണ് പറയാ, ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. നമ്മുടെ പണ്ടൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ തീപ്പെട്ടിയുടെ ബോക്സ് ഇല്ലേ, നമ്മുടെ മാച്ച് ബോക്സ്, ആ ബോക്സ് എടുത്തിട്ട് ഓരോ ഫിംഗേഴ്സിന്റെ ഇടയിൽ ഇതേപോലെ വെച്ചു കൊടുക്കും. അപ്പോഴത്തേക്ക് ഇത് പരസ്പരം മുട്ടത്തില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയ നെയിൽ പോളിഷ്, ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന നെയിൽ പോളിഷ് ഇല്ലേ, അത് കുറച്ചുകൂടെ ചെറിയ ഈ അടപ്പാണ്. അപ്പൊ അതിങ്ങനെ തലകൂത്തനെ ഓരോ നെയിൽസിന്റെ ഇടയിലും വെക്കും. അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള, അല്ലെങ്കിൽ പേനയല്ലല്ലോ, മറ്റേ എന്തുവാ പറയണ്ടേ, ഇങ്ങനെ ഉരുണ്ടിരിക്കുന്ന സംഭവം ഉണ്ട്, അത് എനിക്കറിയത്തില്ല എന്റെ പേര്. നമുക്ക് നമ്മൾ ഈ തടിയായാലും മതി, തടിയല്ല ഇങ്ങനെ കുറച്ച് പോളിഷ് ആയിട്ട് കാലധികം വേദനിക്കാതെ നമുക്ക് ഓരോ ഗ്യാപ്പ് ആയിട്ട് കിട്ടാൻ പറ്റും. കുറച്ചിങ്ങനെ വലുതായിരിക്കണം, എന്നാൽ കാല് വേദനിക്കാനും പാടില്ലാത്ത അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ളത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന എന്താണോ അതുപോലെയൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഇങ്ങനെ വെച്ചാൽ പരസ്പരം ഈ വിരലുകൾ തമ്മിൽ കൂട്ടിമുട്ടി അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നെയിൽ പോളിഷ് ആവുന്നത് കുറയും. പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇപ്പൊ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഞാൻ ഓവറായിട്ട് നെയിൽ പോളിഷ് എടുത്ത് അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര മെസ്സിയായി. ഒരിക്കലും ആവശ്യത്തിലധികം നെയിൽ പോളിഷ് എടുക്കാൻ പാടില്ല, നമ്മൾ ആ ഒരു ബ്രഷിൽ എടുക്കാൻ പാടില്ല. അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടതിൽ കൂടുതലാവുമ്പോഴത്തേക്കും അതിങ്ങനെ സ്പില്ല് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവും. ഇതിപ്പോ എന്റെ നെയിൽ പോളിഷ് റിമൂവർ വൈപ്പ് തീർന്നത് കൊണ്ടാണ് ഞാൻ നെയിൽസ് വെച്ചിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോ ആവശ്യത്തിലധികം എടുക്കാതിരിക്കുക. പിന്നെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ആവശ്യത്തിൽ കുറച്ചും എടുക്കാതിരിക്കുക. നമ്മൾ ഇതിപ്പോ ബ്രഷിൽ എല്ലാം എടുത്തിട്ട് ആവശ്യത്തിൽ കൂടുതലായി പോയാൽ നല്ലപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് എല്ലാം ഇങ്ങനെ വൈപ്പ് ചെയ്ത് കളയും. നമ്മുടെ ഈ ബോട്ടിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ വൈപ്പ് ചെയ്യല്ലോ, വൈപ്പ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുമ്പം അവിടെ കുറച്ചാവും, അവിടെ കുറച്ചാവത്തില്ല, ഭയങ്കരമായിട്ട് ഫിനിഷിങ് വരത്തില്ല. അത് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഇതിൽ കണ്ടോ, ആ ഒരു ആദ്യത്തെ സ്വൈപ്പിൽ തന്നെ ഭയങ്കരമായിട്ട് വന്നില്ല. അപ്പൊ ഞാൻ തിരിച്ചും മറിച്ചും ഒക്കെ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാൻ സെക്കൻഡ് ഒരു ഡിപ്പും കൂടെ അപ്ലൈ ചെയ്യണം, കാരണം ആ ഒരു ഫിനിഷിങ് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് മിനിമം നമുക്കറിയാലോ, ഓവർ എന്താണെന്നും മിനിമം എന്താണെന്ന് നമുക്കറിയാലോ. അപ്പോൾ അതിനനുസരിച്ച് എടുത്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല രീതിക്ക് കിട്ടും. ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. അപ്പോ ഞാൻ എപ്പോഴും നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര 2 കോട്ടാണ് അപ്ലൈ ചെയ്യാറ്. ഇപ്രാവശ്യം ഞാൻ 1 കോട്ട് ഞാൻ 2 കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കുറച്ചുകൂടെ ഫിനിഷിങ് കിട്ടാൻ നോക്കും. പിന്നെ നമ്മളെപ്പോഴും കാലിൽ അപ്ലൈ ചെയ്യുന്ന കളേഴ്സ് റെഡ്, ബ്ലൂ, ബ്രൗൺ, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ്സ് ചൂസ് ചെയ്യാതെ കുറച്ചുകൂടെ ഡാർക്ക് ബോൾഡ് ഷെയ്ഡൊക്കെ യൂസ് ചെയ്തില്ല കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അവിടെ ഇവിടെയൊക്കെ ആയതാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ടോ നെയിൽ പെയിന്റിംഗ് വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.